ആ നോക്കിക്കോളൂ, എത്രാമത്തെ എക്സസൈസ് പാരലൽ ലൈൻസിലെ? യൂതന്റെ പിള്ളേരും ഉണ്ടായിരിക്കുന്നു. പാരലൽ ലൈൻസിൽ എത്രാമത്തെ എക്സസൈസ്? എക്സസൈസ് 1. ക്വസ്റ്റ്യൻ നമ്പർ 3. ഒന്ന് വായിച്ചേ സിത്താരെ ചോദ്യം. ഡ്രോ എ റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെന്റിമീറ്റർ. അപ്പോ അതിന്റെ മലയാളം ഒന്ന് വായിച്ചാട്ടെ. 20 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമഷഡ്ഭുജം വരയ്ക്കുക. ഓക്കെ, ഇരിക്കാം. നോക്കിക്കോളൂ. അപ്പോ ഞാൻ പറഞ്ഞു, എന്തായിരുന്നു ഹെക്സഗൺ അഥവാ ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ? 6 സൈഡും 6 ആംഗിളുമുള്ള, 6 വശവും 6 കോണുമുള്ള ക്ലോസ്ഡ് ഫിഗറിന് അടഞ്ഞ രൂപത്തിന് പറയുന്ന പേരാണ് ഹെക്സഗൺ, ഷഡ്ഭുജം. അതെപ്പോഴാണ് റെഗുലർ ഹെക്സഗൺ ആകുന്നത്, സമഷഡ്ഭുജമാകുന്നത്? അതിന്റെ 6 സൈഡും ഈക്വൽ ആകണം, 6 ആംഗിളും ഈക്വൽ ആകണം. അതിന്റെ എന്തിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? പെരിമീറ്റർ. ഒന്ന് ബോർഡിലേക്ക് നോക്കാം. നമ്മൾ അതിന്റെ ഒരു വശം, ഒരു സൈഡ് തൽക്കാലം എ എന്നെടുക്കുന്നു എന്ന് വിചാരിക്കാം. എന്തെടുക്കുന്നു? അപ്പോൾ പെരിമീറ്റർ ചുറ്റളവ് എത്ര എന്നാണ് പറയുന്നത്? 20 സെന്റിമീറ്റർ അല്ലേ? ഒരു വശം, ഒരു സൈഡ് എ ആണെങ്കിൽ പെരിമീറ്റർ ചുറ്റളവ് എ വെച്ച് എന്തോ പറയും? റെഗുലർ ഹെക്സഗണിന്റെ സമഷഡ്ഭുജത്തിന്റെ ഒരു വശം നമ്മൾ എ എന്നെടുത്തു. അങ്ങനാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ത് വരും? അത് 20 തന്നിട്ടുണ്ട്. എന്റെ ചോദ്യമല്ല, ഈ എ വെച്ചെന്തോ പറയും? 6A. ഒരു വശത്തിന്റെ നീളം എ, അതല്ലേ 6 വശത്തിന്റെ നീളം. അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 6 പ്രാവശ്യം കൂട്ടുന്നല്ലേ? അപ്പൊ 6A ഈക്വൽ 20. A ഈക്വൽ 20 ഡിവൈഡഡ് ബൈ 6. വെട്ടി എഴുതിയാൽ 10 എങ്ങനെ കിട്ടി? 20നെയും 6നെയും 2 കൊണ്ട് വെട്ടാം. അപ്പൊ ഇവിടെ 10 കിട്ടും, ഇവിടെ 3 കിട്ടും. അപ്പൊ 10/3 ഒരു കുഴപ്പമുണ്ട്. എന്തുവാ? ഇതിന്റെ ആൻസർ 3.3333 എക്സെട്ര എന്നിങ്ങനെ പോകും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെരിമീറ്റർ ചുറ്റളവ് എത്ര കിട്ടണമെങ്കിൽ 20 സെന്റിമീറ്റർ ഉള്ള ഒരു റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജം കിട്ടണമെങ്കിൽ അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര ആയിരിക്കണം? 3.333 ആയിരിക്കണം. 3. എന്താ കുഴപ്പം? 3.3 സ്കെയിലേക്ക് കിട്ടും. പക്ഷെ 3.3333 എവിടെ ഇല്ല? സ്കെയിലേക്ക്. 2 മെത്തേഡിൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കാം. മെത്തേഡ് നമ്പർ 1, ആദ്യം 20 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാം. ആ വരയെ 6 ഈക്വൽ പാർട്ടായിട്ട് മുറിക്കണം. അതെങ്ങനെയായിരുന്നു? 20 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാം. എന്നിട്ട് 20ന് താഴെയുള്ള 6ന്റെ ഒരു അനുയോജ്യമായ ഗുണിതം മൾട്ടിപ്പിൾ എത്ര? അത് 18 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. ഇതിനെ എത്ര ആയിട്ട് മുറിക്കണം? 6 ആയിട്ട് മുറിക്കണം. അവിടുന്ന് പാരലൽ ലൈൻ വരച്ച് ഇതിനെ എത്ര ആക്കാം? 6 ആക്കാം. അതിൽ നിന്ന് ഒരു പാർട്ട് എടുത്തിട്ട് പടം വരയ്ക്കാം. പക്ഷെ 20 സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി ലെന്ത് കൂടുതലാണ്. അതിനൊരു എളുപ്പമാർഗം ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു തന്നു. എന്തായിരുന്നു? 20ന്റെ ഹാഫ് എത്രയാണ്? 10 സെന്റിമീറ്റർ. എത്രയാണ്? ഒന്ന് വായിച്ചു കൊടുത്ത സ്റ്റെപ്പ് ഒന്ന് വായിച്ചേണ്ട. രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടോ? ലെറ്റസ് എന്ന് പറഞ്ഞോണ്ട് കൊടുത്തേക്കുന്ന അടുത്ത സ്റ്റെപ്പ് വായിക്കട്ടെ. കണ്ടില്ലയോ? വേണ്ട, എന്തുവാ? ലെറ്റ്സ് ഡു ഇറ്റ് ഇൻ അനദർ വേ. വായിച്ചാട്ടെ. 6 സൈഡ് കൂട്ടുമ്പോ 20 കിട്ടണം. 6 സൈഡ് കൂട്ടുമ്പോ അപ്പോൾ അതിന്റെ 3 സൈഡ് കൂട്ടുമ്പോ എത്ര കിട്ടും? 10.
മനസ്സിലായില്ല? റെഗുലർ ഹെക്സഗണിന്റെ 6 സൈഡ് കൂട്ടുമ്പോ 20 കിട്ടും. അപ്പൊ 3 സൈഡ് കൂട്ടുമ്പോഴും 10. ഓൺലൈൻകാർക്ക് ക്ലിയർ ആവുന്നുണ്ടോ? യെസ് സർ. ആ, അപ്പോ ക്ലിയർ ആവുന്നുണ്ടോ? യെസ് സർ. ഓക്കെ. അപ്പൊ നമ്മൾ 20 വരയ്ക്കുന്നതിന് പകരം എത്ര വരയ്ക്കുക? 10 വരയ്ക്കാം. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാട്ടെ. ഒന്നാമത്തെ സ്റ്റെപ്പ് മിണ്ടുന്നില്ല. 10 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. ഞാൻ വരച്ചിട്ട് നിങ്ങൾ വരച്ചാൽ മതി. എത്ര സെന്റിമീറ്റർ നീളത്തിലാണ്? 10 സെന്റിമീറ്റർ. ഓൺലൈൻകാർക്ക് ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സർ. ഓക്കെ. ഞാൻ ഇച്ചിരി മുകളിലോട്ട് നീക്കി വരയ്ക്കാം. എന്റെ താഴെയാണ് ഇനി കുറച്ച് കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ളത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? മുകളിലോട്ട് നീക്കിയാലും കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. ഓക്കെ. അപ്പൊ ഞാന് 20 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാണ്. 10. വരയ്ക്കുമ്പോ ശ്രദ്ധിക്കുക, ഇതിന്റെ മുകളിലും കൺസ്ട്രക്ഷൻ ചെയ്യാനുണ്ട്, ഇതിന്റെ താഴെയും കൺസ്ട്രക്ഷൻ ചെയ്യാനുണ്ട്. ആ വിധത്തിൽ വേണം വരയ്ക്കാൻ. മുകളിലും കൺസ്ട്രക്ഷൻ ഉണ്ട്, താഴെയും കൺസ്ട്രക്ഷൻ ഉണ്ട്. വരച്ചാട്ടെ. അപ്പൊ എത്ര സെന്റിമീറ്റർ നീളത്തിലാണ് വരയ്ക്കാൻ പറഞ്ഞേ? 10 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. എന്തോ വരച്ചോ. 10 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. ഇനി അടുത്തത് എന്ത് ചെയ്യണം? അത്ര വരച്ചോ. 10 സെന്റിമീറ്റർ നീളത്തിലുള്ള വര എല്ലാവരും വരച്ചോ. ഓക്കെ. ഇനി അടുത്ത എന്ത് ചെയ്യണം? ഇതിനെ 6 ആക്കണം. 20 ആയിരുന്നെങ്കിലാണ് 6 ആക്കേണ്ടത്. 10 ആണെങ്കിൽ 3 ആക്കിയാൽ മതി. 3 തുല്യ ഭാഗമാക്കണം. ശ്രദ്ധിക്കാം. ഇപ്പൊ എത്രയായിരുന്നു? 10. 10ന്റെ താഴെയുള്ള 3ന്റെ ഗുണിതം 9. എത്രയാണ്? അപ്പൊ നമ്മൾ വേണ്ടേ ഇവിടെ 9 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് വരയ്ക്കുക? ഒരു ചരിഞ്ഞ വര വരയ്ക്കാം. The novelist reads out the story to those who by now has become quite compassionate. ഓൺലൈൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സർ. ഓക്കെ. ഇത് എത്ര സെന്റിമീറ്റർ ആണ്? ഈ ചരിഞ്ഞ വര എത്ര സെന്റിമീറ്റർ? 9. എങ്ങനെ കിട്ടി 9? 10ന്റെ താഴെയുള്ള 3ന്റെ തൊട്ടടുത്തുള്ള മൾട്ടിപ്പിൾ 3ന്റെ ഗുണിതം 9. കുഴപ്പമൊന്നുമില്ലല്ലോ. താഴത്തെ വര 10, മുകളിലത്തെ വര 9. താഴത്തെ വര 10, മുകളിലത്തെ വര 9. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എന്ത് ചെയ്യും നമ്മള്? ഈ 2 അറ്റങ്ങൾ കൂടി അങ്ങോട്ട് യോജിപ്പിക്കണം. ഈ 2 അറ്റങ്ങൾ കൂടി യോജിപ്പിക്കണം. യോജിപ്പിച്ചാട്ടെ. റഫ് ബുക്കിലോ അല്ലെങ്കിൽ റഫ് പേപ്പറിലോ വരയ്ക്കാം. പിന്നെ നോട്ട്ബുക്കിലോട്ട് വരച്ചാൽ. ഓക്കെ. ഓൺലൈൻകാർക്ക് ഓക്കെ ആണോ? ക്ലാസ് ഇരിക്കുന്നത് ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യണം? ഈ മുകളിലത്തെ ചരിഞ്ഞ വരയെ 3 ഈക്വൽ പാർട്ടായിട്ട് മുറിക്കണം. എത്ര ഈക്വൽ പാർട്ടാണ് സിത്താരെ? 3 ഈക്വൽ പാർട്ട്. മുകളിലത്തെ വര എത്രയായിരുന്നു? 9. 9നെ 3 ആക്കുമ്പോ 3 സെന്റിമീറ്റർ. എടുത്തോ എല്ലാവരും. നമ്മൾ ഒരുമിച്ച് നസറ തലവെച്ചോണ്ടിരിക്കണോ? എന്താ നോക്കാം. എന്നെ കൂടെ ചെയ്തോണം. കണ്ട് ഇവിടെ കോമ്പസിന്റെ മുന കുത്തി ആദ്യം ഒരു ആർക്ക് വരച്ചു. വരയ്ക്കാന് ആ പോയിന്റിൽ കോമ്പസിന്റെ മുന കുത്തി അടുത്ത ആർക്ക് വരച്ചു. ഇനി വരച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങേ അറ്റത്ത് വന്നു വയ്ക്കും. വരയ്ക്കാന്നുണ്ടല്ലോ. ഓൺലൈൻകാർക്ക് കാണാൻ പറ്റിയോ? ഓക്കെ. ഇനി എന്ത് ചെയ്യേണ്ടത്? സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്ത് വരയ്ക്കണം? പാരലൽ ലൈൻ വരയ്ക്കണം. എന്ത് വരയ്ക്കണം? എല്ലാരും ഒന്ന് ഓൾറെഡി ദിവസം വരച്ചവർക്ക് അറിയാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ബോർഡിലേക്ക് നോക്കാം. വരയ്ക്കാൻ അറിയാൻ തന്നെ വരച്ചോളൂ. വേണ്ടേ? സെറ്റ് സ്ക്വയർ ഇവിടെ ചേർത്ത് വെച്ചു. ഓൺലൈൻകാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇതിന്റെ താഴത്തെ അറ്റത്ത് എന്ത് ചേർത്ത് വെക്കുക? സ്കെയിൽ ചേർത്ത് വെക്കാം. എന്നിട്ട് സ്കെയിലിന്റെ അറ്റത്തൂടെ സെറ്റ് സ്ക്വയർ നിരക്കി നമ്മളുടെ ആദ്യം കട്ട് ചെയ്ത ആർക്കിന്റെ അവിടെ കൊണ്ടുവന്ന് വെക്കണം.
സ്കെയില് മാറ്റുക, എന്നിട്ട് ആ പോയിന്റിനെ താഴോട്ട് യോജിപ്പിക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് വീണ്ടും സ്കെയിൽ എടുത്ത് സെറ്റ് സ്ക്വയറിന് താഴെ ചേർത്ത് വെക്കുക. ആണോ? ആണോ? സെറ്റ് സ്ക്വയർ നിരക്കുക. നിരക്കി അടുത്ത ആർക്കിന്റെ അവിടെ കൊണ്ടുവന്ന് വെക്കുക. ആ, താഴോട്ട്. ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മള് താഴെയുള്ള 10നെ എത്ര ആക്കി? എത്ര ആക്കി? 3 ആക്കി. അപ്പൊ ഒരു പാർട്ട് എത്ര വെച്ച് വരും? ആ 3 വേണ്ട, 3 and 1/3, 3 and 1/3, 3 and 1/3 അല്ലേ? 3 3 6 3 9, 1/3 വെച്ച് 3 എണ്ണം ആകുമ്പോ 3/3, അത് 1 ആയി. 9 + 1 10 ആയി. ഇവിടെ വരെ എന്തൊരു സംശയം ഉണ്ടോ? ഇല്ല. ഈ 3 and 1/3 ആരാണ്? തീർന്നു, നശിപ്പിച്ചു. അത് എത്രാന്ന് വെച്ചാൽ വില എത്രാന്നല്ല, അതിന് നമ്മുടെ ചോദ്യത്തിലുള്ള റോൾ എന്താണ്? ആ ആ ആ നമ്മള് ഇനത്തില് അവര് അളവെടുത്തൊന്നും വരച്ചേക്കുന്നതല്ല, അവര് റഫായിട്ട് വരച്ചേക്കുന്നതാണ്. അപ്പോ ഈ 3 and 1/3 ആരാണ്? നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന റെഗുലർ ഹെക്സഗണിന്റെ ഒരു സൈഡാണ്, സമഷഡ്ഭുജത്തിന്റെ ഒരു വശമാണ്. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കാം, എന്നിട്ട് വരയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോമ്പസ് എടുക്കണം. ഇതെടുക്കണം, അല്ല എടുക്കണ്ട, ഇവിടെ നോക്കിയിരിക്കാം, ഞാൻ വരച്ചിട്ട് വരച്ചാൽ മതി. കോമ്പസ് എടുക്കണം. കോമ്പസിന്റെ പറഞ്ഞത് ഈ പോയിന്റ് കുത്തണം. ഇവിടെ പെൻസിലിന്റെ മുന വേണ്ടി രണ്ടാമത്തെ പോയിന്റ് കൊണ്ടുവന്ന് വെക്കണം. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ എവിടെ വെക്കുന്ന നോക്കിയാലേ പിന്നെ അടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഈ പോയിന്റിൽ കൊത്തി താഴെ ഒരു ആർക്ക് വരയ്ക്കുക. അളവ് മാറ്റരുത്. ഈ രണ്ടാമത്തെ പോയിന്റിൽ കൊത്തി താഴെ ഒരു ആർക്ക് വരയ്ക്കാം. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഈ 2 ആർക്കും കൂടി ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയില്ലേ? ആ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് അതിനെ വേണ്ടേ ഈ മുകളിലോട്ട് 2 പോയിന്റുകളിലോട്ട് എന്ത് ചെയ്യുക? ആരാന്നറിയോ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. കാരണം ഇതിന്റെ 3 സൈഡും എന്താണ്? ഈക്വൽ ആണ്. ഓൺലൈൻകാർക്ക് ഇത്രയും പിടി കിട്ടിയോ? ഓക്കെ. വരച്ചാട്ടെ. ആണോ വരയ്ക്കുന്നതെന്ന്? അതെ, പേടിക്കണ്ട, അത് തന്നെയാണ്. ഓഫ് ചെയ്യാം. ആ 4 ഒന്ന് ഓഫ് ചെയ്തേരാം. 4 ഞാൻ ഇത് വരച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനൊരു സംശയം. റെഗുലർ ഹെക്സഗൺ അല്ലേ വരയ്ക്കാൻ പറഞ്ഞത്? സമഷഡ്ഭുജം അല്ലേ വരയ്ക്കാൻ പറഞ്ഞത്? നമ്മളിപ്പോ എന്ത് വരച്ചത്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ചോദിച്ചതൊരെണ്ണം വരച്ചു വെച്ചത്. അതെന്നാ പരിപാടിയാ നിന്റെ സിത്താരെ? ഇല്ലയോ? നമ്മൾ തെറ്റിയോ? ഇവിടെ തെറ്റിപ്പോയി. പിന്നെ ഇതേലത്തെ 6 എണ്ണം ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു റെഗുലർ ഹെക്സഗൺ ആകും. പക്ഷെ അത് റഫ് ഫിഗർ ആണ്. താങ്കൾ അതേ തന്നെ അടയിരിക്കണ്ട, ഇങ്ങോട്ട് നോക്കിയിരുന്നാ മതി. ഇനി ഞാൻ അടുത്തൊരു പരിപാടി ചെയ്യാൻ പോണം, ശ്രദ്ധിച്ചിരിക്കണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങോട്ട് നോക്കാം. നമ്മുടെ ഈ കോമ്പസിന്റെ അളവ് മാറ്റിയിട്ടില്ലല്ലോ? മാറ്റിയായിരുന്നു? നോക്ക്, കോമ്പസിന്റെ അളവ് മാറ്റിയായിരുന്നോ? ഇല്ല, അളവ് മാറ്റിയിട്ടില്ലല്ലോ. ഹലോ ഹലോ ഹലോ, കോമ്പസിന്റെ പണിതേണ്ട ഈ പോയിന്റ് കുത്തണം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കണം. എന്ത് വരയ്ക്കണം? സർക്കിളിന്റെ റേഡിയസ് മനസ്സിലായോ ഏതാന്ന്? ഈ താഴത്തെ പോയിന്റും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ റേഡിയസ്. റേഡിയസ് ആയിട്ട് എടുത്ത് എന്ത് വരയ്ക്കണം? ഒരു സർക്കിൾ. ഇവിടെ കിട്ടിയോ? വരച്ചാട്ടെ. ഓൺലൈൻകാർ ക്ലിയർ ആയോ? നീ കണ്ടേ വരച്ചേറ്റ് കോമ്പസിലെ അളവ് മാറ്റരുത്. കോമ്പസിലെ അളവ് അങ്ങനെ തന്നെ നിർത്തണം. കോമ്പസിലെ അളവ് മാറ്റരുത്.
പറ്റിയോ? ഓക്കെ ഓക്കെ, ഓൺലൈൻ കാര്യത്തിൽ വരച്ചോ? Yes. ഓക്കെ. Yes, sir. ഇനി ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യണം, പിന്നെ ചെയ്യാനിരിക്കരുത്. വേണ്ടേ, ഈ പോയിന്റിലോട്ട് കോമ്പസിന്റെ മുന കുത്തുക. Hmm. കുത്തിയോ? കുത്തിയോ? ആ, കുത്തിയിട്ട് ഈ സർക്കിളിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. സർക്കിളിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. കണ്ടോ? കണ്ടോ? കട്ട് ചെയ്തോ? വീണ്ടും കോമ്പസിന്റെ മുന അവിടെ കൊണ്ടുവന്ന് വെക്കുക. വീണ്ടും സർക്കിളിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. കാണാൻ പറ്റുന്നുണ്ടോ? ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് ഓൺലൈൻകാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. ഓക്കെ ഓക്കെ. വീണ്ടും അളവ് മാറ്റരുത്. രണ്ട് ഈ ആർക്കേൽ കുത്തിക്കൊണ്ട്, ഹലോ ഹലോ, എവിടെ എവിടെ, അടുത്ത ആർക്ക് വരയ്ക്കാം. ഓക്കെ, എന്തുകൊണ്ടെന്നെങ്കിലും ഇല്ല. അത് ശരി. വീണ്ടും അളവ് മാറ്റരുത്. കോമ്പസിന്റെ മുന ഇതിൽ കുത്തിക്കൊണ്ട് വീണ്ടും അടുത്ത ആർക്ക് വരയ്ക്കാം. അടുത്ത ആർക്ക് വരയ്ക്കാം. അളവ് മാറ്റരുത്. കോമ്പസിന്റെ മുന ഇവിടെ കുത്തിക്കൊണ്ട് അടുത്ത ആർക്ക് വരച്ചാൽ തന്നെ ഇവിടെ വരും. കോമ്പസിന്റെ മുന ഇവിടെ കുത്തിക്കൊണ്ട് അടുത്ത ആർക്ക് വരച്ചാൽ വീണ്ടും ഇവിടെ തിരിച്ചു വരും. ഓക്കെ, എത്ര പോയിന്റ് ആയി നോക്കിക്കേ. അറിയായോ? ഹലോ, 1 2 3 4. അയ്യോ, അപ്പൊ അളവ് തെറ്റുണ്ടോ? അങ്ങനെ കുറച്ച് കിട്ടും. 1 2 3 4. അയ്യോ, 6 പോയിന്റ് കിട്ടിയാലല്ലേ ഹെക്സഗൺ വരയ്ക്കാൻ പറ്റൂ. 4 എണ്ണം അല്ലേ കിട്ടിയുള്ളൂ. അതേണ്ട ഈ മുകളിലത്തെ 2 പേരൂടെ ഉണ്ട് കേട്ടോ. മുകളിലത്തെ 2 പേരൂടെ ഉണ്ട്. ഇവർ 2 പേര് പാർണോ ഇല്ലേ? പാർണോയോ? ഏത് പോയിന്റ്? ഏത് പോയിന്റ്? ഏതാ ഇടയ്ക്കുള്ള പോയിന്റ്? ഏതാ? അതുപോലെ വന്നില്ലെന്ന്. വേണ്ടേ, ഇനി സ്കെയിലും പെൻസിലും എടുത്തിട്ട് ഈ അടുത്തടുത്തുള്ളവരെ അങ്ങോട്ട് യോജിപ്പിക്കാം. അടുത്തടുത്തുള്ളവരെ അങ്ങോട്ട് വേണ്ടേ, ഒന്നാമത്തെ ആളെ യോജിപ്പിച്ചു. കണ്ടോ? കണ്ടോ? അടുത്തത് ഓൺലൈൻകാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. Yes, sir. ഓക്കെ, അടുത്ത 2 പേരെ യോജിപ്പിച്ചു. പിന്നെ വേണ്ടേ, ഈ താഴത്തെ 2 പേരെ യോജിപ്പിച്ചു. ഓക്കെ, അടുത്തത് ഇവരെ 2 പേരെ യോജിപ്പിച്ചു. അടുത്തത് ഇവരെ 2 പേരെ യോജിപ്പിച്ചു. മുകളിലത്തെ 2 പേരെ ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, 1 2 3 4 5 6 സെല്ലുകളാണ് കിട്ടിയില്ലേ? അവിടെ ഇഷ്ടം പോലെ എന്താ പറയാ, അത് കുഴപ്പമില്ല. അല്ലങ്ങനെ യോജിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. യോജിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നും. ഓൺലൈൻകാർക്ക് വരയ്ക്കുന്ന വിധം പിടികിട്ടിയോ? വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ താഴെ കൊടുത്തേക്കുന്ന റെഗുലർ ഹെക്സഗൺ വേണമെങ്കിൽ ഒന്ന് ഷെയ്ഡൊക്കെ ചെയ്തിട്ട് ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന റെഗുലർ ഹെക്സഗൺ എന്ന് കാണിച്ചാൽ കൊടുക്കാം. ഷെയ്ഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീട്ടിൽ പോയിട്ട് 1-2 പ്രാവശ്യം കൂടെ വരയ്ക്കാൻ ശ്രമിക്കണം. ക്ലാസ് കാണണം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാതെ. മടം കിട്ടിയോ? എന്താ കിട്ടാൻ? റൗണ്ട് കിട്ടുന്നില്ല. അതുകൊള്ള ഓൺലൈൻകാർ ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾക്ക് പടം കറക്റ്റ് ആയിട്ട് കിട്ടിയോ? ബോർഡിലേക്ക് നോക്കാം. അൺഈക്വൽ ഡിവിഷൻ. എന്തുകൊണ്ടാണ് അവർ ആ ഹെഡിങ്ങിന് അൺഈക്വൽ ഡിവിഷൻ, മലയാളത്തിൽ എന്തുവായിരുന്നു അപ്പു? അസമഭാഗം, അങ്ങനല്ലയോ? അങ്ങനെ പേര് ഞാൻ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരുന്നാലേ വല്ല മനസ്സിലാവത്തുള്ളൂ. നോട്ടിനകത്തുള്ളതൊന്നും ഇറങ്ങി ഓടത്തില്ല, അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ അൺഈക്വൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നതെന്ന് പടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ആ ഡേ ഇവര് 3 പേര് പാരലൽ ലൈനുകളാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ മൊത്തം ചർച്ച ചെയ്തത് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പാരലൽ ലൈനുകളെ കുറിച്ചാണ്. ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഇവിടെ ഇപ്പൊ കുഴപ്പമെന്ന് പറയുന്നത് മുകളിലത്തെയും നടുക്കലത്തെയും പാരലൽ ലൈനുകൾ തമ്മിൽ എത്ര സെന്റിമീറ്റർ ഡിസ്റ്റൻസ്? 3 സെന്റിമീറ്റർ. നടുക്കലത്തെയും താഴത്തെയും ലൈനുകൾ തമ്മിൽ അപ്പോഴും ഒരു പാരലാണ്. എന്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ? ഡിസ്റ്റൻസിലുള്ള വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ മുമ്പത്തെ കൂട്ട് ഒരു സ്ലൈറ്റ്ലി സ്ലാൻഡഡ് ആയ ഒരു ചരിഞ്ഞ വരെ അവിടെ കൊണ്ടുവന്നു. കണ്ണിന്റെ കാഴ്ചശക്തി കുഴപ്പമില്ല. നമുക്ക് ഒരു കാര്യം അറിയാം, ഈ ചരിഞ്ഞ വരയെ ഈ 3 പാരലൽ ലൈനുകൾ 2 ഈക്വൽ പാർട്ട്, ബാക്കി നിങ്ങൾ പറയണം, ബാക്കി നിങ്ങളാ പൂരിപ്പിക്കണ്ടേ. 2 ഈക്വൽ പാർട്ടായിട്ടല്ല ഇത് എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നു. അത് കാഴ്ചയിൽ തന്നെ വ്യക്തമാണല്ലോ. നോക്കിയാട്ട് എന്ത് എഴുതി വെച്ചേക്കുന്നത്? ഹിയർ 3 പാരലൽ ലൈൻസ് ആർ ഡ്രോൺ. ഇവിടെ എത്ര പാരലൽ വരച്ചിട്ടുണ്ട്? 3. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് നോട്ട് ഈക്വൽ. അവരുടെ ഇടയിലുള്ള അകലം എന്തല്ല? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈസ് 3 സെന്റിമീറ്റർ ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് ഈസ് 2 സെന്റിമീറ്റർ. ഒന്നാമനും രണ്ടാമനും തമ്മിലുള്ള അകലം 3 സെന്റിമീറ്ററും രണ്ടാമനും മൂന്നാമനും തമ്മിലുള്ള അകലം എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ ആണ്. ബാക്കി വായിച്ചാട്ടെ. ഡ്രോ എ സ്ലാൻഡഡ് ലൈൻ പാസിംഗ് ത്രൂ ദി എബോ ലൈൻസ്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ലൈനുകളിലൂടെ കടന്നു പോകുന്ന ലൈനുകളെ കട്ട് ചെയ്യത്തക്ക വിധത്തിൽ എന്ത് വരച്ചു? ഒരു സ്ലാൻഡഡ് ലൈൻ വരച്ചു. ദ ലെങ്ത് ഓഫ് ദ സെഗ്മെന്റ് where the line intersect the parallel lines will be in the ratio 3:2. അപ്പൊ ഇവര് 2 പേര്, ഈ 3 പേര് ഈ 2 ലൈന്, ഈ ഒരു ചരിഞ്ഞ വരയെ എന്തായിട്ടല്ല കട്ട് ചെയ്യുന്നത്, പക്ഷേ ഈക്വൽ ആയിട്ടല്ല കട്ട് ചെയ്യുന്നത്. പക്ഷേ ഈക്വലായിട്ടല്ലെങ്കിലും ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് കണ്ടോ? ഈ ലെങ്തും ഇവിടം മുതൽ ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് കണ്ടോ? ഇതും തമ്മിലുള്ള റേഷ്യോ എടുത്തു നോക്കിയാൽ, എന്തെടുത്ത് നോക്കിയാൽ, 8ാം ക്ലാസ്സിൽ സിത്താരെ പഠിച്ചൊരു പാഠത്തിന്റെ പേരാണ് റേഷ്യോ. എന്താണ്? എടുത്താൽ അതെന്ത് വരും? 3:2 എന്ന് വരും. 3 into ഓടുന്നു വന്നല്ലോ. എവിടുന്ന വന്നതെന്ന് അറിയാമല്ലോ. ഈ ഡിസ്റ്റൻസ് ആണ് 3, ഈ ഡിസ്റ്റൻസ് ആണ് 2. അപ്പൊ ഈ ലൈനിനെ എന്ത് റേഷ്യോയിൽ കട്ട് ചെയ്യും? 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യും. അത്രയും കാര്യം ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അനാമികമാണ് ക്ലിയർ ആയോ? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി. ഓൺലൈൻകാർക്ക് ക്ലിയർ ആയോ? Clear water. Then his attitude is asked stubborn that okay. Modern world offers us so many materials, comfort, and we can easily. അപ്പോ മൈക്ക് ഓഫ് ചെയ്ത് ഞാൻ ചോദിക്കുമ്പോ മൈക്ക് ഓൺ ചെയ്തോ കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അൺഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന 3 പാരലൽ ലൈനുകൾ, ഒരു ചരിഞ്ഞ വരയെ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കാവുന്ന റേഷ്യോയിൽ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. അങ്ങനെ എഴുതി വെച്ചേക്കാം. അപ്പൊ ഇനി നമ്മള് ഒരു ലൈൻ വെച്ചിട്ടല്ലേ ഇത് പറഞ്ഞത്. ഇതിന് പകരം എത്ര ലൈൻ കൊണ്ടുവരുന്നു? 2 ലൈൻ കൊണ്ടുവരും. എത്ര ലൈൻ കൊണ്ടുവരുന്നു? ഇനി എല്ലാവരും അല്പസമയം ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഞാൻ അൺഈക്വൽ ഡിസ്റ്റൻസിലുള്ള, എന്നുവെച്ചാൽ തുല്യമായ ഡിസ്റ്റൻസിൽ അല്ലാത്ത ഒരു 3 പാരലൽ ലൈനുകൾ അങ്ങോട്ട് വരയ്ക്കുന്നു. എത്ര വരയ്ക്കുന്നു? ഏറ്റവും മുകളിൽ ഒരു പാരലൽ ലൈൻ, അതുമായിട്ട് പാരലായിട്ട് വരുന്ന മറ്റൊരു ലൈൻ, അതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ലൈൻ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവരെങ്ങനെയുള്ളവരല്ല. ഈക്വൽ ഡിസ്റ്റൻസിൽ വേണ്ടേ? എന്റെ വണ്ടക്കോട്ട് ഒരു ചരിഞ്ഞ വര എടുത്തു വെച്ചു. 2 ഇപ്പുറത്തോട്ടും മറ്റൊരു ചരിഞ്ഞ വര എന്ത് ചെയ്തു? എടുത്തു വെച്ചു.
ഇതിനെ കട്ട് ചെയ്യുന്ന അതേ റേഷ്യോയിൽ തന്നെ ഈ രണ്ടാമത്തേതിനെയും എന്ത് ചെയ്യുന്നുണ്ടോ നമുക്കറിയേണ്ടത്, കട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് അറിയുന്നത്. നോക്കിയാട്ടെ. ഡു എനി ത്രീ പാരലൽ ലൈൻസ് ഡിവൈഡ് ഓൾ അതർ ലൈൻസ് ഇൻ ദ സെയിം റേഷ്യോ. ഒരു ലൈനിനെ കട്ട് ചെയ്യുന്ന അതേ റേഷ്യോയിൽ തന്നെ മറ്റേ ലൈനിനെയും എന്ത് ചെയ്യുമോ എന്ന്, കട്ട് ചെയ്യുമോ എന്ന്. വായിച്ചാട്ടെ. ത്രീ പാരലൽ ലൈൻസ് കട്ട് എ ലൈൻ ഇൻറ്റു ടു പാർട്സ് ഓഫ് ലെങ്ത് എ ആൻഡ് ബി. നോക്കിക്കേ, ഈ ലെങ്ത് കണ്ടോ, ഈ നീളം കണ്ടോ, ഇത് എ ആയിട്ടും ഈ ലെങ്ത് കണ്ടോ, ഈ നീളം കണ്ടോ, ഇത് എന്തായിട്ടും എടുക്കുന്നു. നമ്മൾ മുമ്പേ 3 2 പറഞ്ഞെടുത്തില്ലേ, അതിന് പകരം എന്തെന്ന് എടുക്കും, എയും ബി. ഇതേപോലെ അപ്പുറത്ത് കട്ട് ചെയ്യുന്നതിനെ പിയും ക്യൂവുമായിട്ട് എടുക്കും. എന്തായിട്ട് എടുക്കുന്നു, പിയും. അങ്ങനാണെങ്കിൽ എ ഈസ് ടു ബി ഈക്വൽ പി ഈസ് ടു ക്യൂ ആയിരിക്കും. നമ്മൾ നേരത്തെ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പാരലൽ ലൈനുകൾ ഒരു ചരിഞ്ഞ വരയെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഏത് ചരിഞ്ഞ വരയെയും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ ഫസ്റ്റ് സെക്ഷൻ പഠിച്ചത്. അതേപോലെ അൺഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഈ 3 പാരലൽ ലൈനുകൾ ഈ ഒന്നാമത്തെ ചരിഞ്ഞ വരയെ എന്ത് റേഷ്യോയിൽ കട്ട് ചെയ്യും, എ ഈസ് ടു ബി. രണ്ടാമത്തേനെയോ ഈ 2 റേഷ്യോയും എങ്ങനായിരിക്കും, ഈക്വൽ ആയിരിക്കും. എ ഈസ് ടു ബി ഈക്വൽ പി ഈസ് ടു ക്യൂ ആയിരിക്കും. ഇത് നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചൊരു കാര്യമാണ്. എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണ്. പി ഈസ് ടു ക്യൂ എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ ആണ്. അപ്പൊ എ ബൈ ബി ഈസ് ഈക്വൽ ടു എന്താണ്, പി ബൈ ക്യൂ. അടുത്ത വരി വായിച്ചേ. നൗ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി എക്സ്പ്ലനേഷൻ ഗിവൺ ഇൻ ദി ടെക്സ്റ്റ് ബുക്ക്. ഇതെങ്ങനെയാണ് ഈ റേഷ്യോ ഈക്വൽ ആയത് എന്നതിന്റെ വിശദാംശങ്ങൾ എവിടെയുണ്ട്, നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 40 കൊടുത്തിട്ടുണ്ട്. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ, ഇല്ല. ഇനി അപ്പുറത്ത് എന്തോ പറഞ്ഞേക്കുന്നേ, വാട്ട് ഈഫ് ദെയർ ആർ മോർ ദാൻ 3 ലൈൻസ്. ഇത്രയും നേരം നമ്മൾ 3 ലൈൻ വെച്ചോണ്ടല്ലേ പറഞ്ഞത്. 3ൽ കൂടുതൽ ലൈനുകൾ ഉണ്ടെങ്കിലോ, ആർക്ക്, പാരലൽ ലൈൻ 3ൽ കൂടുതൽ ഉണ്ടെങ്കിലോ, പാരലൽ ലൈൻ ബോർഡിലേക്ക് നോക്കാം. പാരലൽ ലൈൻ എത്ര കൂടുതൽ ഉണ്ടെങ്കിലോ, 3ൽ കൂടുതൽ ഉണ്ടെങ്കിലോ. നോക്കിക്കേ, ആദ്യം ഒരു പാരലൽ ലൈൻ 2 3 ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്, 4 പാരലൽ ലൈൻ ഉണ്ട്. ഈക്വൽ ഡിസ്റ്റൻസ് ആണോ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണോ, അൺഈക്വൽ ഡിസ്റ്റൻസ്. വേണ്ടേ, ഒരു ചരിഞ്ഞ വര ഇങ്ങനെ അല്ലേ, മറ്റൊരു ചരിഞ്ഞ വര ഇങ്ങനെ. രണ്ട്, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് പി, ഇത് ക്യൂ, ആർ. വാട്ട് ഈഫ് ദെയർ ആർ മോർ ദാൻ 3 ലൈൻസ്. വാട്ട് ഈഫ് there are more than 3 lines. 2 ലൈന് കൂടുതൽ ഉണ്ടെങ്കിലും. See the picture. കൂടുതൽ പടം കാണാൻ പറ്റുന്നുണ്ടല്ലോ. വായിച്ചാട്ടെ. Here 4 parallel lines cut a line into 3 parts of length A, B and C. They cut another line into 3 parts of length P, Q, R. അങ്ങനാണെങ്കിൽ പറഞ്ഞാട്ടെ, A is to B equal P is to Q. അടുത്തത് B is to C equal പറഞ്ഞു ശരിയാ, Q is to R. അടുത്തത് A is to C equal P is to. അങ്ങനാണെങ്കിൽ നമുക്ക് ചേർത്ത് ഇങ്ങനെ എഴുതി വെക്കാം. A is to B is to C equal P is to Q is to. താഴെ എന്തെഴുതിയിരിക്കുന്നത്, we can continue like this for any number of parallel lines. നമ്മളിപ്പോ 1 2 3 4 പേർക്ക് വേണ്ടിയല്ല പറഞ്ഞത്. ഇത് എത്ര പാരലൽ ലൈന് വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരു നോട്ടായിട്ട് അവിടെ കൊടുത്തേക്കുന്നുണ്ടെന്ന് വായിച്ചാട്ടെ. 3 or more parallel lines cut any 2 lines in the same
രണ്ടോ അതിൽ കൂടുതലോ പാരലൽ ലൈനുകൾ ലൈനുകൾ മറ്റേത് രണ്ട് വരകളെയും മറ്റേത് രണ്ട് ലൈനിനെയും ഒരേ റേഷ്യോയിൽ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. അപ്പോ അതിന്റെ മലയാളം ഒന്ന് വായിച്ചാട്ടെ. മൂന്നോ അതിലധികമോ സമാന്തര വരകൾ ഏത് രണ്ടു വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്. ഒരേ അംശബന്ധത്തിൽ കാര്യം പിടി കിട്ടിയല്ലോ. അപ്പൊ ഈക്വൽ ഡിവിഷനിൽ തുല്യ ഭാഗമാക്കുന്നെങ്കിൽ അൺഈക്വൽ ഡിവിഷനകത്തിൽ എന്താ പ്രത്യേകത? കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആയിരിക്കും. കട്ട് ചെയ്യുന്ന ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വെച്ചുള്ള കുറച്ച് കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ. നമ്മുടെ നോട്ട്ബുക്കിലോട്ട് ഇതങ്ങ് എഴുതി വെച്ചാൽ മാത്രം. ഈ ബോക്സ് കിടക്കുന്ന സാധനം എന്തായിട്ട് എഴുതി വെക്കണം? നോട്ട് എന്ന് പറഞ്ഞ് എഴുതി വെക്കണം. ഓൾ സ്റ്റാൻഡപ്പ്. വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അടുത്ത വരി കണ്ടോ? അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സംഗതി. ഒന്ന് വായിച്ചാട്ടെ. We can use this to divide a line in. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ലൈനിനെ ഏത് റേഷ്യോയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഏത് അംശബന്ധത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ക്ലിയർ ആയോ? അപ്പൂന് ക്ലിയർ ആയോ? ദേയ്ക്ക് ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മളൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഇത് നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 43 അല്ല അല്ല അത് വേറെ ക്വസ്റ്റ്യനാ. ഡിവൈഡ് ആൻ 8 സെന്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ. അതേണ്ടേ പുസ്തകത്തിലെ ആ നോട്ട് കണ്ടോ? അല്ല നോട്ട് കണ്ടോ? പുസ്തകത്തിലെ പേജ് നമ്പർ 43 നോട്ട് കണ്ടോ? നോട്ടിന്റെ താഴത്തെ ഒരു വരി കണ്ടോ? ആ വരിയുടെ താഴത്തെ ഒന്ന് വായിച്ചേ. ഫോർ എക്സാമ്പിൾ ലെറ്റ് സീ ഹൗ വി ഡിവൈഡ് ആൻ 8 സെന്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 1:. കണ്ടോ? ഹലോ മാഡം കണ്ടോ? ഓൺലൈൻകാർ കണ്ടോ ചോദ്യം? അപ്പൊ എന്താ ചോദ്യം? 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ എന്ത് ചെയ്യാൻ പോവാണ്? കട്ട് ചെയ്യാം. ഇവിടോട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സ്റ്റെപ്പ് ചെയ്താൽ മതി. വായിച്ചാട്ട് എന്തോ കൺസ്ട്രക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കിടപ്പുണ്ട്. ഫോർ ദിസ് ഡ്രോ എ ലൈൻ എ ബി 8 സെന്റിമീറ്റർ ലോങ്. അത് 8 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് വരയ്ക്കണം? ഒരു വര വരയ്ക്കണം. എന്ത് വരയ്ക്കണം? എല്ലാരും ബോർഡിലേക്ക് നോക്കുക. എത്ര സെന്റിമീറ്റർ നീളത്തിലാണ്? 8 സെന്റിമീറ്റർ നീളത്തിൽ. വരയ്ക്കാം. 8 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കും. വരച്ചാട്ടെ. ആ വരയ്ക്ക് നമ്മൾ എ ബി എന്ന് പേര് കൊടുക്കാം. ഓൺലൈൻകാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ ബോർഡ് വരയ്ക്കുന്നത്? ഹലോ പഠിച്ചോ? പഠിച്ചോ? ഈ 8 സെന്റിമീറ്റർ നീളമുള്ള വരയാണ് നമ്മൾ എന്ത് റേഷ്യോയിൽ കട്ട് ചെയ്യേണ്ടത്? 1:2. ഒന്ന് ബോർഡിലേക്ക് നോക്കാം. 1:2 എന്ന് പറയുന്ന റേഷ്യോയിലല്ലേ കട്ട് ചെയ്യേണ്ടത്? ഈ റേഷ്യോയിൽ 2 നമ്പറോട് കൂട്ടിക്ക്. 1 + 2 3. 1 + 2. ഈ വരയുടെ മൊത്തം നീളം എത്രയായിരുന്നു? 8. 8ന്റെ താഴെയുള്ള ഈ 3ന്റെ മൾട്ടിപ്പിൾ പറഞ്ഞു 6. എത്രയാണ്? 3 എവിടെ നിന്ന് കിട്ടിയത് മനസ്സിലായോ? റേഷ്യോയിൽ 2 നമ്പറോടെ കൂട്ടിയതാണ് 3. ആ 3ന്റെ എത്രന്റെ താഴെയുള്ള
8ന് താഴെയുള്ള മൾട്ടിപ്പിൾ അതേതാണ്? 6. അപ്പൊ നമ്മള് 6 സെന്റിമീറ്റർ നീളത്തിൽ ചരിഞ്ഞ ഒരു വര വരയ്ക്കാം. ഓൺലൈൻകാർ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സാർ. 6 സെന്റിമീറ്റർ നീളത്തിൽ ചരിഞ്ഞൊരു വര വരയ്ക്കുക. ആ വരയ്ക്ക് AP എന്ന് പേര് കൊടുക്കും. AP എന്ന് പേര് കൊടുക്കും. ഓക്കെ ഓക്കെ. ഈ APയെ ഏത് AP? ഈ വരച്ചു വെച്ചേക്കുന്ന APയെ നമ്മൾ 3 ഈക്വൽ പാർട്ടാക്കാൻ പോവാ. എത്ര ഈക്വൽ പാർട്ടാക്കാൻ പോകണം? 3 എവിടെ നിന്ന് കിട്ടിയത് മനസ്സിലായല്ലോ. ഇത് എത്ര ഉണ്ടായിരുന്നു? AP എത്ര ഉണ്ടായിരുന്നു? 4 സെന്റിമീറ്റർ. 6നെ 3 ആക്കിയാൽ ഒരു കഷ്ണത്തിന്റെ നീളം 2. അപ്പൊ 2 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്താട്ടെ. 2 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തോ. ഹലോ, 2 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തോ. കോമ്പസിന്റെ മുന എയിൽ കുത്തിക്കൊണ്ട് APയിൽ ആദ്യം ഒരാർക്ക് വരയ്ക്കണം. ഓക്കെ. കോമ്പസിന്റെ മുന എയിൽ കുത്തിക്കൊണ്ട് APയിൽ ഒരാർക്ക് വരയ്ക്കണം. കോമ്പസിന്റെ മുന ആ ആർക്കിൽ കുത്തിക്കൊണ്ട് അടുത്ത ഒരാർക്ക് വരയ്ക്കാം. ഓക്കെ. മൂന്നാമത്തേത് വരച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചെന്ന് നിൽക്കും. Pയിൽ ചെന്ന് നിൽക്കും. ഇവിടം വരെ ഓക്കെ ആണല്ലോ. ഇവിടം വരെ ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യും? ഈ Pയും Bയും കൂടെ യോജിപ്പിക്കണം. Pയും Bയും കൂടെ യോജിപ്പിക്കണം. ഓക്കെ. ഇന്നട്ടെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി ഇവിടുന്ന് ഒരു പാരലൽ ലൈൻ വരയ്ക്കും, ഇവിടുന്ന് ഒരു പാരലൽ ലൈൻ വരയ്ക്കും. കാരണം താഴത്തേതിനെ 3 ഈക്വൽ പാർട്ടാക്കാനല്ല പറഞ്ഞേക്കുന്നത്, 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യാനാ. എന്ന് വെച്ചാൽ താഴത്തെ വരയെ 3 ഈക്വൽ പാർട്ടാക്കിയതിലെ ഒരു പാർട്ട് ഒരു ഭാഗത്തിലും പിന്നുള്ള ഭാഗത്ത് എത്ര പാർട്ട് വരണം? 2 പാർട്ട് വരണം. ഇതാരെ 1:2 അർത്ഥം A തൊട്ട് B വരെയുള്ള ദൂരത്തിനെ 3 ഈക്വൽ പാർട്ടായിട്ട് മുറിക്കണം. അതിൽ ഒരു പാർട്ടിൽ 1, പിന്നത്തെ പാർട്ടിൽ എത്ര എണ്ണം വരണം? 2 പാർട്ടും വരണം. എത്ര എണ്ണം വരണം? അപ്പൊ ഇത് താഴോട്ട് വരയ്ക്കണോ? വേണ്ട, ആരെ താഴോട്ട് വരച്ചാൽ മതി? ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് ഒരു പാരലൽ ലൈൻ വരച്ചാൽ മതി. അത് വരയ്ക്കുന്നത് ഇതും അറിയാമല്ലോ. വരച്ചാട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത്? എങ്ങനെയാണ് വരയ്ക്കുന്നത്? BBയിൽ വെക്കുന്നു, സ്കെയിൽ ചേർത്ത് വെക്കുന്നു, സെറ്റ് സ്ക്വയർ നിരക്കുന്നു, താഴത്തെ പോയിന്റിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് നിർത്തുന്നു. അവിടെ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കും. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ലെറ്റർ വേണമെങ്കിൽ കൊടുക്കാം. എന്തോ പേര്? ഇത് Qവും ഇത് Rഉം ഇത് Sഉം ആന്ന് വിചാരിക്കാം. പേര് കൊടുത്തോ. അപ്പൊ AB എത്ര സെന്റിമീറ്റർ ആയിരുന്നു? മറന്നുപോയോ? AB എത്ര സെന്റിമീറ്ററാ? 8 സെന്റിമീറ്റർ. അത് നമ്മളിപ്പോ എത്ര പാർട്ടാക്കി? 2 പാർട്ട്. ഏതൊക്കെ? ASഉം SBയും. അപ്പൊ AS is to SB equal 1:2. അതെന്താ ഇത് താഴ്ത്ത് വരയ്ക്കാൻ? അപ്പൊ 1:1 ആവും. നമുക്ക് എത്ര വേണ്ടേ? 1:2. അപ്പൊ ഇവിടെ ഒരു പാർട്ടും ഇവിടെ ഓൾറെഡി 2 പാർട്ട് ഉണ്ട്. അതുകൊണ്ടാണ് റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരുന്നത്? 1:2 വരുന്നത്. ഓൺലൈൻകാർക്ക് ക്ലിയർ ആയോ? യെസ് സർ. യെസ് സർ. ബുദ്ധിമുട്ടുണ്ടെങ്കിലും
ഇല്ല, പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്തായിരുന്ന ചോദ്യം, ആ ചോദ്യം അണ്ടർലൈൻ ചെയ്തായിരുന്നോ? ആ, ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ആ, വായിച്ചേ, പേജ് നമ്പർ 44 ചോദ്യം. ആ, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 30 centimeters ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 5:3. അപ്പൊ എന്തോ ചോദ്യം? ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ. അതിനകത്തില്ല, ടെക്സ്റ്റിലേ ഉള്ളു ചോദ്യം, ടെക്സ്റ്റിലാണ് ചോദ്യം. പുസ്തകത്തിലെ പേജ് നമ്പർ 44 കണ്ടോ? അവിടെ ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 30 centimeters ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 5:3. ചോദ്യം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അതിന് എക്സാമ്പിൾ 2 എന്നൊന്ന് എഴുതി. അവിടെ എഴുതിയോ? ആ, നമ്മൾ നേരത്തെ ഇങ്ങനെ വലിയ നമ്പരൊക്കെ വരുമ്പോ എന്തുവരും ചെയ്യുന്നത്? അതിന്റെ പകുതി എടുക്കും. ഇവിടെ ഇപ്പൊ എത്ര പറഞ്ഞേക്കുന്നത്? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 15 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര അങ്ങോട്ട് വരയ്ക്കണം. എത്ര സെന്റിമീറ്റർ നീളത്തിലാണ്? 15 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര അങ്ങോട്ട് വരയ്ക്കാം. എന്റെ കൂടെ വരയ്ക്കണേ. ഹലോ, എന്റെ കൂടെ വരയ്ക്കണേ. ആ, എത്ര സെന്റിമീറ്റർ നീളമാണ്? 15 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര അങ്ങോട്ട് വരയ്ക്കാം. പതിനഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. 15. പക്ഷെ 30 വരയ്ക്കാൻ പറഞ്ഞേ. 30 വരയ്ക്കുമ്പോ നമ്മുടെ പേജിനകത്ത് കൊള്ളത്തില്ല. നമ്മൾ 30 എന്താണ് ഫുള്ള് വരയ്ക്കാനാണ്. ഇതിന്റെ മുകളിലും കൺസ്ട്രക്ഷൻ ഉണ്ട്, ഒരു താഴെയും കൺസ്ട്രക്ഷൻ ഉണ്ട്. ആ, പറഞ്ഞോ. ആ, ഇനി എന്തോ ചെയ്യണം? നമ്മുടെ റേഷ്യോ എത്രയായിരുന്നു? 5:3. നമ്മൾ എന്തോ ചെയ്യും? 5 3 കൂട്ടുക. എത്ര കിട്ടും? 8. എത്രയാണ്? ആ, ഇതിന്റെ മൊത്തം നീളം എത്രയായിരുന്നു? ഈ 15ന്റെ താഴെ നിൽക്കുന്ന 8ന്റെ മൾട്ടിപ്പിൾ, 8ന്റെ ഗുണിതം 8 ഉള്ളൂ. പിന്നുള്ള ആള് 16 ഇല്ലയോ? അപ്പൊ എത്ര എടുത്താൽ മതി? 8 സെന്റിമീറ്റർ. എത്ര സെന്റിമീറ്റർ ആണ്? ആ, അപ്പൊ വേണ്ടേ 8 സെന്റിമീറ്റർ. എത്രയാണ്? 8 സെന്റിമീറ്റർ. അതിന് സി എന്ന പേര് കൊടുക്കാം. ഓൺലൈൻകാർ കാണാൻ പറ്റുന്നുണ്ടോ? ആ, അപ്പൊ എ തൊട്ട് സി വരെ എത്ര ഉണ്ട്? എ തൊട്ട് സി വരെ എത്ര ഉണ്ട്? 8. ഇതിനെ എത്രയൊക്കെ ആക്കണം? 5:3. 8 ആയതുകൊണ്ട് വീതം വെക്കാൻ എളുപ്പമാർഗമുണ്ട്. വേണ്ടേ, ഈ ഏൽ സ്കെയിൽ വെച്ചിട്ട് ആദ്യം ഒരു 5 സെന്റിമീറ്റർ കഴിയുന്നിടത്ത് ഒരു കുത്തിടുക. 5 സെന്റിമീറ്റർ കഴിയുന്നിടത്ത് ഒരു കുത്തിടുക. അവിടെ ഡി എന്ന പേര് കൊടുക്കാം. എന്ത് പേര് കൊടുക്കാം? ഡി. അപ്പൊ എ തൊട്ട് ഡി വരെ എത്ര ഉണ്ട്? 5. ഡി തൊട്ട് സി വരെ എത്ര ഉണ്ട്? 3. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഹലോ, ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? മറന്നുപോയി. സിയും ബിയും കൂടെ യോജിപ്പിക്കുക. സിയും ബിയും കൂടെ യോജിപ്പിക്കാം. സിയും ബിയും കൂടെ യോജിപ്പിക്കാം. ആ, ഇനി എന്തോ ചെയ്യണം? ഈ ഡിയിൽ നിന്ന് താഴോട്ട് ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. എങ്ങനെയാ പാരലൽ വരയ്ക്കുന്നത്? സെറ്റ് സ്ക്വയർ എടുത്ത് ബി സിയിൽ വെക്കുക. സ്കെയില് അതിന്റെ സൈഡിൽ വെക്കുക.
എന്നിട്ട് സെറ്റ് സ്ക്വയർ പതുക്കെ നിരക്കി എവിടെ കൊണ്ടുവരിക, ഡിയിൽ കൊണ്ടുവരിക. എന്നിട്ട് ഡിയിൽ നിന്നൊരു ലൈൻ താഴോട്ട് വരയ്ക്കുക. ഡിയിൽ നിന്നൊരു ലൈൻ താഴോട്ട്, അതിന് ഇ എന്ന പേര് കൊടുക്കാം. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. ശരി. ഇത്ര വരെ കിട്ടിയോ? യെസ്. അസറ 2-3 കൈ ഉണ്ടായിരുന്നെങ്കിൽ പടം കുറച്ചുകൂടെ വേഗത്തിൽ വരയ്ക്കായിരുന്നു. ഇങ്ങനെ ഇരിക്കുക, ഒരു സ്കെയില്, ഒരു സെറ്റ് സ്ക്വയർ, ഇങ്ങനെ ഇരിക്കണം. സെറ്റ് സ്ക്വയർ അനങ്ങിയാൽ സ്കെയിൽ പോകും, സ്കെയിൽ അനങ്ങിയാൽ സെറ്റ് സ്ക്വയർ ഉണ്ട്. ഇങ്ങനെ ശ്വാസം പിടിച്ചൊക്കെയാ നിരക്കുന്ന അവിടെ ഒരു നിമിഷം. വരച്ചോ. ഇനി സൈഡിലോട്ട് മാറ്റി എഴുതേണ്ട ഒരു ദൂരം. ഹലോ, ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ EB എന്ത് വരും? അത് തന്നെ 5:5. 5:5 സംശയം ആർക്കെങ്കിലും? അപ്പൊ എ തൊട്ട് ഈ വരെയുള്ള ദൂരമാണ് ലെങ്ത്. ഈ തൊട്ട് ബി വരെയുള്ള ദൂരമാണ് ബ്രെഡ്ത്ത്. എന്താണ്? അപ്പൊ ഇത് ലെങ്തും ഇത് ബ്രെഡ്ത്തുമായിട്ടെടുത്ത് എന്തങ്ങ് വരച്ചാ മതി. എന്തോ വരയ്ക്കാനാ ചോദ്യം? റെക്ടാങ്കിൾ വരയ്ക്കാനല്ലേ? അത് നമുക്ക് ഒരാളെ കൂടെ വേണം. ആരെയാണെന്നറിയോ? പ്രൊട്രാക്ടർ വേണം. ആരെ വേണം? എടുക്കോ പ്രൊട്രാക്ടർ. ഓൺലൈൻകാരെ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ ഇവിടെ പ്രൊട്രാക്ടർ എയിൽ കൊണ്ടുവന്ന് വെച്ച് എത്ര ഡിഗ്രി അടയാളപ്പെടുത്തുന്നു? 90 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു. പ്രൊട്രാക്ടർ എയിൽ കൊണ്ടുവന്ന് വെച്ച് 90 ഡിഗ്രി. അടുത്തേ പ്രൊട്രാക്ടർ ഇയിൽ കൊണ്ടുവന്ന് വെച്ച് എത്ര ഡിഗ്രി? 90 ഡിഗ്രി, 90 ഡിഗ്രി. ഇനി എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കണം. വേണ്ട, എയും താഴത്തെ പോയിന്റോടെ യോജിപ്പിക്കുക. ഇയും താഴത്തെ പോയിന്റോടെ യോജിപ്പിക്കുക. ബുദ്ധിമുട്ടെന്തെങ്കിലും? ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇല്ല. അല്ല, താഴോട്ട് ഇനി എത്ര വേണ്ടേ? വേണ്ടത് ഈ തൊട്ട് ബി വരെയുള്ള ദൂരമല്ല താഴേക്ക് വേണ്ടത്. എടുത്തായിരുന്നു. അതിപ്പോ ഞാൻ കറക്റ്റ്, കാരണം അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി എടുത്താൽ 30 സെന്റിമീറ്റർ ഒരുപാട് വലിയ പടമായി പോകും. അതിനൊന്നും എടുത്തില്ലെന്ന്. ഇനി കോമ്പസിൽ ഈ തൊട്ട് ബി വരെയുള്ള ദൂരം അളക്കാം. ഈ തൊട്ട് ബി വരെയുള്ള ദൂരം അളക്കാം. അളന്നോ? അളന്നു. എന്താ? കോമ്പസിന്റെ മുന എയിൽ കുത്തിക്കൊണ്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കുക. ഈ തൊട്ട് ബി വരെയുള്ള ദൂരം കോമ്പസിൽ അളക്കുക. അളന്നിട്ട് എയിൽ കുത്തി താഴെ ഒരു ആർക്ക് വരയ്ക്കാം. വരച്ചോ? ഈ തൊട്ട് ബി വരെയുള്ള ദൂരം കോമ്പസിൽ എടുക്കാം. എടുത്തിട്ട് കോമ്പസിന്റെ മുന എയിൽ കുത്തി താഴെ ഒരു ആർക്ക് വരയ്ക്കാം. വരച്ചോ? അളവ് മാറ്റരുത്. കോമ്പസിന്റെ മുന ഇയിൽ കുത്തി താഴെ ഒരു ആർക്ക് വരയ്ക്കുക. ഓൺലൈൻകാർ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോ ABCDE വരെ എത്തി. വേണ്ടേ? ഈ പോയിന്റിന് F എന്ന പേര് കൊടുക്കുക. ഈ പോയിന്റിന് G എന്ന് പേര് കൊടുക്കാം. ഇനി ആരെയൊക്കെ തമ്മിൽ യോജിപ്പിക്കണം? എന്ത്? അത് നീട്ടി വരയ്ക്കണം, അത്രേ ഉള്ളൂ കാര്യം. എന്താ? അപ്പൊ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന റെക്ടാങ്കിൾ ഏതാ? AEFG. അപ്പൊ എഴുതുക AEFG. AEFG എഴുതിയോ?
ഈസ് ദ റിക്വയർഡ് സ്ക്വയർ. അല്ല, റെക്ടാങ്കിൾ. AEFG ഈസ് ദി റിക്വയർഡ് റെക്ടാങ്കിൾ. അപ്പോ മലയാളത്തിൽ എഴുതേണ്ടത് AEFG ആണ്. AEFG ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന ചതുരം. ഓൺലൈൻകാർക്ക് ഇത്രയും ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ. Many things are learned